പ്രീതിമ മിമിക്രി താരമാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അതോടൊപ്പം തന്നെ സ്പോട്ട് ഡബ്ബിങ്ങിൽ ഗംഭീരമായിട്ട് ചെയ്യുമെന്നൊക്കെ കേട്ടു. അപ്പോൾ പിന്നെ ഈ വർഷം തീരുന്നതിന് മുൻപ് പ്രീതിമയെ ഒന്ന് പരിചയപ്പെട്ട് കളയാം എന്ന് ഞാനും വെച്ചു. അപ്പോൾ വെൽക്കം പ്രീതിമ കണ്ണൻ. ഹായ്. എനിക്ക് തന്നെ പണി തരുന്ന ആളെ വിളിച്ചു വരുത്തി ക്ഷണിക്കാൻ കൊടുക്കാന്നുള്ളത് ഒത്തിരി സന്തോഷമല്ലേ? അത് തന്നെ. അപ്പോൾ പ്രീതിമ പറയൂ, പ്രീതിമ എത്ര കാലമായിട്ട് ഈ സ്പോട്ട് ഡബ്ബിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്? ഞാനിപ്പോൾ ഒരു 7 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ കുറച്ച് അടുത്ത സമയത്താണ് ചേച്ചിയുടെ ശബ്ദം ഒന്ന് പഠിച്ചത്. അതെ, ഒരുപാട് പേരുടെ ശബ്ദം ചെയ്യുന്നുണ്ട്. ശബ്ദം മാത്രമല്ല, അവരെ ഏതൊക്കെ രീതിയിൽ അവതരിപ്പിക്കാമോ അതിൽ കുറച്ച് തമാശയും കൂടെ കലർത്തുന്നുണ്ട്. അത് തന്നെ, അത് തന്നെ. ശരിക്കും ആ ഒരു QR കോഡിന്റെ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ തന്നെ കുറച്ച് സമയം ഫോൺപേയുടെ, അതെ അതെ, ഫോൺപേയുടെ മമ്മൂക്ക പറയുന്ന സംഭവം വേറെ താരങ്ങൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോൺപേ QR തുടങ്ങണം, അതാണോ ഫേവറേറ്റ്? ഇല്ല, ഞാനിപ്പോൾ സ്പോട്ട് ഡബ് ചെയ്ത ആ വീഡിയോ ഇല്ലേ, അത് ഞാനൊന്ന് ലൈവായിട്ട് ചേച്ചിയുടെ മുമ്പിൽ ഒന്ന് ചെയ്യാനുള്ള ഒരു ആഗ്രഹം. രക്ഷിക്കണേ. ഓക്കെ. മാധ്യമപ്രവർത്തനം എന്നുള്ള എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണെങ്കിലും വിഷ്വൽ മീഡിയയിലേക്ക് ഞാൻ വരാനുള്ള കാരണം NB നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പൊരി റിപ്പോർട്ടറാണ്. ആ സാറിനെ മീറ്റായിട്ട് ചിലക്കിനെ ചീത്തയൊക്കെ പറയും, ആ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ഒരു ഗുരു ശിഷ്യയോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ, ആ പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് കരുതുന്നത്. അപ്പൊ ഇടയ്ക്കുള്ള ഈ ഒക്കെ പറയാനൊക്കെ തിരിച്ചിട്ട് പാടുണ്ടായിരിക്കും അല്ലേ? അതെ അതെ, ആ സമയത്തൊക്കെ കുറച്ച് എനിക്ക് ബ്രീത്തിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ആളുകളെ ഒബ്സർവ് ചെയ്ത് അവരുടെ ഒരു സംഭാഷണം, ശബ്ദമൊക്കെ എങ്ങനെയാണ്? പ്രത്യേകിച്ചും ഫീമെയിൽ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഒരുപാട് പേരുടെ ചെയ്യാറുണ്ട്. അതെ അതെ, ഞാനൊരു 20ഓളം ഫീമെയിൽ ആർട്ടിസ്റ്റുകളുടെ ചെയ്യാറുണ്ട്, ഒരു 5-6 മെയിൽ ആർട്ടിസ്റ്റുകളുടെയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് മെയിൽ ഒന്ന് കേട്ടാലോ? ഞാനൊന്ന് വിനയ് ഫോർട്ടിന്റെ ശബ്ദം ചെയ്യാം. ഓക്കെ. വളരെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പീറ്റിഷടക്കം കാല് തെറ്റി മലനടിച്ച് വീഴാറില്ലേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ സോളോ ഹീറോട്ട് അഭിനയിച്ച കമ്പിളി പുതപ്പ് എന്ന പടം സൂപ്പർ ഹിറ്റാണ്. ജാവ വളരെ സിമ്പിളാണ്, ഭയങ്കര പവർഫുള്ളാണ്. ഓക്കെ. ഈ മിമിക്രി അതൊരു കുട്ടിക്കാലത്തൊക്കെ എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്? അതെ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് മിമിക്രി ചെയ്യാറുണ്ട്. പിന്നെ സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴൊക്കെ എങ്ങനെയാണ് സാധാരണ ഈ കലോത്സവത്തിനൊക്കെ റിപ്പീറ്റ് ചെയ്തൊക്കെ ഐറ്റംസ് നമ്മൾ കാണാറുണ്ട്? അതെ അതെ. പഠിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് വേതാളം എന്ന് പറഞ്ഞ വേതാളത്തിന്റെ ശബ്ദമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. വേതാളത്തിന്റെ ശബ്ദം ഉണ്ടോ? ശബ്ദം അതെങ്ങനെയാ? പാപം പത്മാവതി അവളുടെ കഥ കഴിഞ്ഞു അല്ലേ മഹാരാജൻ? ഒരു കുമാരി കരഞ്ഞുകൊണ്ട് വരുന്നു, നമുക്ക് എന്താണ് തിരക്ക മഹാരാജ? ഇതാണ് വേതാളം. വിക്രമാദിത്യനും വേതാളം പുറത്തിരിക്കുന്നത്. ഓക്കെ, അത് ഗംഭീരമായിട്ടുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് അതിൽ നിന്നാണ്, വേതാളത്തിൽ നിന്നാണ് തുടക്കം. അതെ അതെ. ഇപ്പൊ ഈ വേതാളത്തിന് ആരൊക്കെയുണ്ട് കൂട്ടായിട്ട് വീട്ടില്? എന്റെയോ? എനിക്ക് ഒരു ബ്രദറുണ്ട്, പിന്നെ സിംഗിൾ മദറാണ്. മോനുണ്ട്. മോൻ ഈ വേതാളത്തിന്റെ എന്തെങ്കിലും കഴിവുകൾ കിട്ടിയിട്ടുണ്ടോ? കുഞ്ഞിതാ, 8 വയസ്സായിട്ടുള്ളൂ. 8 വയസ്സായിട്ടുള്ളൂ. ഓക്കെ. വേതാളത്തിൽ നിന്ന് പിന്നെ എങ്ങോട്ടായിരുന്നു? പിന്നെ ഞാനിങ്ങനെ ചെറിയ അല്ലാത്ത ശബ്ദങ്ങളും പ്രകൃതി അങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ ചെയ്തു. പിന്നെ വെറൈറ്റി ആയിട്ട് പ്രകൃതി എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ? അന്നൊക്കെ. പിന്നെ ഇപ്പൊ എല്ലാം ആർട്ടിസ്റ്റുകളുടെയൊക്കെയാണ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ താരങ്ങളുടെ. ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത് ആരാ ചെയ്യുമ്പോഴാ? എനിക്ക് തോന്നുന്നു നടി അനുശ്രീയുടെ ശബ്ദം, പിന്നെ രജിഷ വിജയൻ, അങ്ങനെ കുറെ നടിമാരുടെയൊക്കെ ശബ്ദം. അനുശ്രീ കാണുന്നുണ്ടെങ്കിൽ അനുശ്രീയെ ഇടയ്ക്കിടയ്ക്ക് അനുകരിക്കാറുണ്ട്. അതെ അതെ. അപ്പൊ അനുശ്രീയിലേക്ക് പോയാലോ? നാരായണ മാമനെ ഓമനമായി കൂടാതെ എനിക്ക് വേറെ ആൾക്കുണ്ട് കേട്ടോ ദുബായില്. കാവുംപുറത്തെ മീനച്ചെറിയമ്മ, പൊന്നേത്തെ വിമലയിടത്തി, ഓടേമ്പുറത്തെ പുഷ്പേച്ചി, അങ്ങനെ കുറേ ബന്ധുക്കാരുണ്ട്. നാട്ടിൽ ഞാൻ സൈക്കിൾ ഓടിക്കും കേട്ടോ. സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് എളുപ്പമാവും അർണേട്ടാ. അരുണേട്ട വരുമ്പോ നമുക്ക് ചോദിക്കാം. നമ്മുടെ ഡോക്ടർ അരുൺകുമാറിനെ ഒന്നും ശ്രമിച്ചു നോക്കിയിട്ടില്ല? ഇല്ല, അതുകൊണ്ട് ഓക്കെ. വേറെ എന്തൊക്കെയാണ് വെറൈറ്റി ആയിട്ട്? ഞാൻ ചേച്ചിയുടെ ഒരു പാട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. പാട്ട് പാടില്ല, പക്ഷെ ചേച്ചിയുടെ ശബ്ദത്തിലൊന്ന് പാട്ട് പാടാൻ ശ്രമിക്കാം. ഈശ്വരാ, ഇത് എനിക്ക് തന്നെ പാടി തരാനായിട്ട്. ഇതൊക്കെ ഒരു രസമല്ലേ? രസം. ശരി, ഓക്കെ. അപ്പോഴ് വാഴ എന്ന് പറഞ്ഞ സിനിമയിലെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള വാഴ എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഏ ബനാനെ ഒരു പൂത്തരാം, അത് ഞാൻ എന്റെ ശബ്ദത്തിൽ പാടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര പാട്ടുകാരിയൊക്കെയാണ്. മാധ്യമപ്രവർത്തനം മാത്രമല്ല, എനിക്ക് പാട്ട് പാടാനുമുള്ള കഴിവുണ്ട്. ഇത് കണ്ടോളൂ. തേരാ മേരാ ജീവൻ ഏതോ കാലക്കേടിലാണോ? തേരാ മേര എന്ന് പറയുമ്പോൾ ഏതോ ഹിന്ദിക്കാരനാണ് ഈ പാട്ട് എഴുതിയതെന്ന് ഒരു സംശയമുണ്ട്. അലോല വായു പോകാം, ലോകം കാണാം, തേരാപ്പാര നടക്കുമ്പോൾ ലോകം കാണാം എന്നാണ് ഈ വരിയിൽ പറയുന്നത്. ഞെട്ടി ഹൃദയം പൊട്ടി വഴിയും തെറ്റി ഇവിടെ എത്തി. ഹൃദയാഘാതം വന്ന സമയത്ത് വഴി തെറ്റി ആശുപത്രിയിൽ എത്താൻ കഴിഞ്ഞില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏ ബനാനെ ഒരു പൂത്തരാമോ, ഏ ബനാനെ ഒരു കായ് തരാമോ?
എങ്ങനെയുണ്ട്? എന്നോട് PCR നിന്ന് അൻസു പറയായിരുന്നു, ചേച്ചി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വിശദീകരിക്കാറുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഈ പറയുമ്പോൾ അറിയില്ലല്ലോ നമ്മൾ എന്താണ് ഈ പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിനോടുള്ള റിയാക്ഷൻസ് ഞാൻ പ്രേക്ഷകരുടെ ആരുടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നു. സുജയുടെ വോയിസ് സെന്ററിന് അത്ര പോരാതെ ജോയ് കണിമംഗലം പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. എനിക്ക് പറഞ്ഞു നല്ല കൂടുതൽ ശരിയാക്കുമോ? ശരിയാക്കും. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കോ ചേച്ചിയുടെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട് വഴിയെ. അപ്പോൾ ഇത് കൂടുതലും വരാനിരിക്കുന്നു. ഇനി സീരീസ് ആയിട്ട് ചെയ്യില്ലേ? അതായത് ഒരാളിൽ നിന്ന് ഒരേ ഡയലോഗ് തന്നെ പലര് പറയുന്നത്. പലര് പറയുന്നതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ പെട്ടെന്ന് എനിക്ക് ഈ പറയുന്ന പോലെ തോന്നുമ്പോ ചെയ്യുന്നതാണ്. അവരുടെ ചിന്തയുടെ കറക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു എന്നെക്കാളും ചിന്തയുടെയും അതുപോലെ ഷാനി ചേച്ചിയുടെയാണ്. ഷാനി ചേച്ചിയുടെയും ചെയ്യാറുണ്ട്. ഷാനി ചേച്ചിയുടെ കറക്റ്റ് ആണ്. അതെ അതെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഇപ്പൊ കുറെ നാളായി പഠിച്ചിട്ട്. അല്ല, ഷാനി ചേച്ചിയുടെ ആദ്യം ചെയ്യുമ്പോൾ പെർഫെക്ഷൻ ഇല്ലായിരുന്നു. പിന്നെ ഓരോ സ്റ്റേജും ചെയ്താണ് പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്നത്. ശരി, അപ്പൊ അടുത്ത ഐറ്റം ഒന്ന് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്കൊരു ചെറിയ ഇടവേള കൊടുക്കാം. പ്രേക്ഷകരൊക്കെ എന്തായാലും ഇതിനകത്ത് സുജയ അനുകരിച്ചത് കലക്കിന്ന് അഹമ്മദ് ബഷീർ പറയുന്നുണ്ട്. രഞ്ജിത്ത് പറയുന്നുണ്ട് സുജയ വോയിസ് സൂപ്പർ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഈ കലാകാരി, എളിയ കലാകാരിക്ക് 2025 കൂടുതൽ സ്റ്റേജുകളൊക്കെ കിട്ടട്ടെ. അപ്പോൾ പ്രീതിമയിലേക്കും നമുക്ക് കൂടുതൽ അടുത്ത ഐറ്റം വരാനുണ്ടെന്നാണ് പറഞ്ഞത്. എന്റെ പാട്ടേ പാടിയുള്ളൂ. വേറെ പാട്ടുണ്ടല്ലോ കയ്യില്? വേറെ പാട്ടുണ്ട്. അപ്പോൾ വേറെ പാട്ടിലേക്ക് നമുക്ക് വരാം.